ഇതുവരെ നടന്നത് ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്, അല്ലാതെ ഡൊണാൾഡ് ട്രംപ് അല്ല എന്നുള്ള കാര്യമെങ്കിലും ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. പാർലമെന്റ് സമ്മേളിക്കുമ്പോൾ ഇത്രയും വ്യാപകമായിട്ടുള്ള സ്വാധീനവും പ്രത്യാഘാതവുമുള്ള ഒരു മേഖലയെക്കുറിച്ചുള്ള പ്രഖ്യാപനം വിദേശ രാജ്യത്തിന്റെ പ്രസിഡന്റ് അദ്ദേഹത്തിന് ഉതകുന്ന ഒരു സമയത്ത് എന്നത് തന്നെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ബജറ്റ് അവതരണം വെള്ളക്കാരന്റെ സൗകര്യത്തിനായിരുന്നു എന്ന് പറഞ്ഞ് സമയം മാറ്റിയവരാണ്. ഇപ്പം വെള്ളക്കാരന്റെ സൗകര്യത്തിനാണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ട്രേഡ് ഡീലിനെ കുറിച്ചുള്ള ഒരു പ്രഖ്യാപനം വന്നത്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എലോൺ മസ്കിന്റെ എക്സിൽ ടീസറുകൾ നൽകിയിട്ടാണ് നമ്മുടെ മന്ത്രിമാർ ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ, അല്പമായിട്ടുള്ള വിവരങ്ങൾ നമ്മുടെ രാജ്യത്തിന് നൽകിയിരിക്കുന്നത്. പാർലമെന്റ് സമ്മേളനം നടക്കുന്ന വേളയിൽ ഇതുപോലുള്ള എല്ലാ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും നയപരമായിട്ടുള്ള പ്രഖ്യാപനങ്ങളും പാർലമെന്റിന്റെ തലത്തിൽ വന്ന് നടത്തണമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യകരമായൊരു കീഴ്വഴക്കം പോലും ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് പ്രകാരം നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെയും സർവീസസിന്റെയും 50% ഒരൊറ്റ രാജ്യമായിട്ടുള്ള അമേരിക്കയിൽ നിന്ന് മാത്രമായിരിക്കും.